അന്താരാഷ്ട്ര നയതന്ത്ര ലോകത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള പോരാട്ടം പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറാഗ്ചിയും തമ്മിലുള്ള ഈ പരോക്ഷ യുദ്ധം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇറാനുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് തൽക്കാലം താല്പര്യമില്ലെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ട് കഴിഞ്ഞു. ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറാഗ്ചി അമേരിക്കൻ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്താൻ തയ്യാറാകാതിരുന്നതാണ് നിലവിലെ പ്രതിസന്ധികൾക്ക് ആധാരമായത്. സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്നർ എന്നിവരടങ്ങുന്ന ഉന്നതതല സംഘമായിരുന്നു ഇറാനുമായി ചർച്ച നടത്താൻ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഈ കൂടിക്കാഴ്ചയിൽ നിന്ന് അറാഗ്ചി പിന്മാറിയതോടെ അമേരിക്കൻ സംഘത്തിന്റെ യാത്ര തന്നെ റദ്ദാക്കേണ്ടി വന്നു. അമേരിക്കൻ പ്രതിനിധി സംഘത്തിന്റെ യാത്ര റദ്ദാക്കിയതിനു പിന്നാലെ അറാഗ്ചി പാകിസ്ഥാനിലേക്ക് മടങ്ങിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ട്രംപിന്റെ ക്ഷമ പരീക്ഷിക്കാനുള്ള ഇറാന്റെ ആസൂത്രിതമായ നീക്കമായിട്ടാണ് ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. പ്രമുഖ മാധ്യമ പ്രവർത്തകൻ റിഫത്ത് ജാവേദ് ഉൾപ്പെടെയുള്ളവർ ഈ നീക്കത്തെ ഇറാന്റെ തന്ത്രപരമായ ഒരു പരീക്ഷണമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ട്രംപ് ഭരണകൂടം തങ്ങളുടെ നയങ്ങൾ കടുപ്പിക്കുമ്പോഴും ഇറാൻ വഴങ്ങാൻ തയ്യാറല്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണത്. ആഗോളവേദിയിൽ അമേരിക്കയുടെ ആധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വന്തം പാത കണ്ടെത്താനാണ് അറാഗ്ചി ശ്രമിക്കുന്നത്. പാകിസ്ഥാനിലേക്കുള്ള അദ്ദേഹത്തിന്റെ മടക്കം മേഖലയിലെ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഐക്യം ഉറപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയാണെന്ന് കരുതപ്പെടുന്നു. നയതന്ത്ര ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിലൂടെ ഒരു വെയിറ്റിംഗ് ഗെയിമിനാണ് ഇറാൻ തുടക്കമിട്ടിരിക്കുന്നത്. ട്രംപിന്റെ സമ്മർദ്ദ തന്ത്രങ്ങളെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. സ്റ്റീവ് വിറ്റ്കോഫിനെ പോലെയുള്ള ഉന്നത നേതാക്കളെ ഉൾപ്പെടുത്തി അമേരിക്ക അയച്ച സംഘത്തെ അവഗണിക്കുക വഴി തങ്ങൾ ബലഹീനരല്ലെന്ന് ഇറാൻ തെളിയിക്കുന്നുണ്ട്. ഇറാന്റെ ഈ കടുത്ത നിലപാടിനോട് ട്രംപ് എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. നേരിട്ടുള്ള ചർച്ചകൾ വേണ്ടെന്ന് വെച്ചതിലൂടെ ട്രംപ് തന്റെ അതൃപ്തി വ്യക്തമാക്കി കഴിഞ്ഞു. എങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ടേക്കാവുന്ന ഇത്തരം നീക്കങ്ങൾ ഭാവിയിൽ ഇറാൻ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതാകില്ല. പാകിസ്ഥാനുമായുള്ള ഇറാന്റെ ബന്ധം ശക്തിപ്പെടുന്നത് മേഖലയിലെ ശക്തി സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. പാകിസ്ഥാനിൽ അറാഗ്ചി നടത്തുന്ന ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അമേരിക്കൻ പക്ഷത്ത് നിൽക്കാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഇറാൻ മുതിരുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ നീക്കം ബോധപൂർവമായ ഒരു അവഗണനയാണ്. അമേരിക്കൻ സംഘം യാത്ര പുറപ്പെടാനിരിക്കെ ഇത്തരമൊരു തീരുമാനമെടുത്തത് അമേരിക്കയെ ലോകത്തിന് മുന്നിൽ അപഹാസ്യരാക്കാനുള്ള നീക്കമാണോ എന്നും സംശയമുണ്ട്. തന്റെ ഔദ്യോഗിക പദവി ഉപയോഗിച്ച് ട്രംപിനെ നേരിടാൻ അറാഗ്ചി നടത്തുന്ന ശ്രമങ്ങൾ അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ അസാധാരണമായ കാഴ്ചയാണ്. റഷ്യയുടെയും ചൈനയുടെയും പിന്തുണ ഇറാൻ ഉണ്ട് എന്നതാണ് അവരെ ഇത്തരം ധീരമായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. പാകിസ്ഥാനെ ഇതിലേക്ക് വലിച്ചിഴക്കുന്നതിലൂടെ ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തെയും ഇതിന്റെ ഭാഗമാക്കാൻ ഇറാൻ ലക്ഷ്യമിടുന്നുണ്ട്. റിഫത്ത് ജാവേദിന്റെ നിരീക്ഷണം ശരിയാണെങ്കിൽ ട്രംപിന്റെ മനോനിലയെയും ക്ഷമയെയും കൃത്യമായി അളക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഒരു ബിസിനസ്മാൻ എന്ന നിലയിൽ ട്രംപ് ലാഭനഷ്ടങ്ങൾ കണക്കാക്കുമ്പോൾ രാഷ്ട്രീയവും മതപരവുമായ താല്പര്യങ്ങൾക്കാണ് ഇറാൻ മുൻഗണന നൽകുന്നത്. ഈ രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള സംഘർഷമാണ് ഇപ്പോൾ പ്രകടമാകുന്നത്. നയതന്ത്ര തലത്തിൽ ഇതൊരു സ്തംഭനാവസ്ഥയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച കൂടിക്കാഴ്ചകളിൽ നിന്ന് മാറുന്നത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകും. എങ്കിലും ഇറാനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കുക എന്നതാണ് പ്രാധാന്യം. അമേരിക്കൻ പ്രതിനിധികൾക്ക് മുൻപിൽ തല കുനിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് അവർ. ഭാവിയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ സംഘർഷഭരിതമാകാൻ സാധ്യതയുണ്ട്. നേരിട്ടുള്ള ചർച്ചകൾ നിലച്ചതോടെ മൂന്നാം കക്ഷികളുടെ ഇടപെടൽ ആവശ്യമായി വരും. പക്ഷെ നിലവിൽ അതിനും സാധ്യത കുറവാണ്. ട്രംപ് തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യയിൽ വീണ്ടും കരിനിഴൽ പടരും. ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ നീക്കങ്ങൾ ഈ യുദ്ധത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇറാന്റെ ഈ ക്ഷമ പരീക്ഷണം എത്ര കാലം തുടരുമെന്നത് പ്രസക്തമാണ്. ട്രംപ് എപ്പോൾ വേണമെങ്കിലും കടുത്ത നടപടികളിലേക്ക് കടക്കാം. അത് സൈനികമായ ഒരു നീക്കമാകുമോ അതോ സാമ്പത്തികമായ ഒരു ഉപരോധമാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. അമേരിക്കൻ സംഘത്തെ അയക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ട്രംപ് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നു എന്ന് വേണം കരുതാൻ. എന്നാൽ ആ അവസരം ഇറാൻ മനഃപൂർവ്വം ഇല്ലാതാക്കി. ഈ സംഭവ വികാസങ്ങൾ ദക്ഷിണേഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെയും ബാധിക്കും. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയും ഇറാനെയും ഒരുപോലെ പ്രീണിപ്പിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അറാഗ്ചിയുടെ സന്ദർശനം പാകിസ്ഥാനെയും ഒരു പരീക്ഷണ ഘട്ടത്തിൽ എത്തിച്ചിരിക്കുന്നു.
വരും ദിവസങ്ങളിൽ ട്രംപ് ഭരണകൂടം എടുക്കുന്ന തീരുമാനങ്ങൾ പശ്ചിമേഷ്യയുടെ ഭാവിയെ നിർണ്ണയിക്കുന്നു. ചർച്ചകൾ പൂർണ്ണമായും അവസാനിച്ചോ അതോ ഇതൊരു താൽക്കാലിക തടസ്സമാണോ എന്ന് വ്യക്തമല്ല. ഇറാൻ തങ്ങളുടെ കരുത്ത് കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ട്രംപ് തന്റെ അധികാരം പ്രയോഗിക്കാൻ ശ്രമിക്കുന്നു. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ നീക്കം വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. അമേരിക്കയോടുള്ള കടുത്ത നിലപാടിന് രാജ്യത്തിനുള്ളിൽ വലിയ പിന്തുണ ലഭിക്കാൻ ഇത് കാരണമാക്കും. അരാഗ്ചി ഒരു ഹീറോയായി വാഴ്ത്തപ്പെട്ടേക്കാം. എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് രാജ്യത്തിന് ദോഷം ചെയ്യുമോ എന്ന ഭയവും ചിലർക്കുണ്ട്. അരാഗ്ചിയുടെ പാകിസ്ഥാൻ സന്ദർശനം പൂർത്തിയാകുമ്പോൾ അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾക്കായി ലോകം കാത്തിരിക്കുകയാണ്. അമേരിക്കയോടുള്ള തന്റെ നിലപാട് അദ്ദേഹം അവിടെ വെച്ച് കൂടുതൽ വ്യക്തമാക്കിയേക്കാം. ട്രംപിന്റെ ക്ഷമയുടെ അതിര് എത്രത്തോളമാണെന്ന് ഇറാൻ ഇപ്പോൾ ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞു. മൊത്തത്തിൽ പറഞ്ഞാൽ നയതന്ത്രത്തിലെ ഒരു ചെസ് കളി പോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓരോ നീക്കവും കരുതലോടെയാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി അരാഗ്ചി തന്റെ കരു നീക്കിക്കഴിഞ്ഞു. ഇനി ട്രംപിന്റെ ഊഴമാണ്. റിഫത്ത് ജാവേദ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതൊരു പരീക്ഷണമാണ്. ട്രംപിനെ പ്രകോപിപ്പിക്കുക വഴി അദ്ദേഹത്തിന്റെ യഥാർത്ഥ നയം എന്താണെന്ന് പുറത്തു കൊണ്ടുവരികയാണ് ഇറാന്റെ ലക്ഷ്യം. ട്രംപ് സംയമനം പാലിക്കുമോ അതോ ആഞ്ഞടിക്കുമോ എന്നത് വരും ദിവസങ്ങളിലെ വാർത്തകളിൽ നമുക്ക് കാണാം. അരാഗ്ചിയുടെ പാകിസ്ഥാനിലേക്കുള്ള മടക്കം ഒരു വലിയ കഥയുടെ തുടക്കം മാത്രമാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പോരാട്ടം ഉടനെങ്ങും അവസാനിക്കില്ലെന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട്. ട്രംപിന്റെയും അരാഗ്ചിയുടെയും ഈ നീക്കങ്ങൾ അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ ചരിത്രത്തിൽ ഒരു പ്രധാന അധ്യായമായി മാറും. നേരിട്ടുള്ള ഇടപെടലുകൾ ഒഴിവാക്കുന്നത് പ്രശ്ന പരിഹാരത്തിന് സഹായിക്കില്ലെങ്കിലും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ ഇത് ഇരുപക്ഷത്തെയും സഹായിക്കും. സമാധാനം എന്ന ലക്ഷ്യം എത്രത്തോളം അകലെയാണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വരും ആഴ്ചകളിലെ രാഷ്ട്രീയ ചലനങ്ങൾ കൂടുതൽ നിർണായകമായിരിക്കും.